തിരുച്ചനാപ്പള്ളി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ പോയത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഇറങ്ങി ബസ്സിലാണ്. ഇറങ്ങിയപ്പോൾ അവൻ്റെ പരിചയപ്പെട്ട നമുക്ക് ഫ്രൂട്ട്സ് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സ് കടയിൽ ഒരു പരിചയക്കെട്ടുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രൂട്ട്സിൻ്റെ കടയിലേക്കൊക്കെ ആക്കി. അല്ല, അപ്പോൾ അവിടുന്ന് പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ നിന്ന് വന്ന ആ ചോദ്യമൊന്നുമില്ല? ഒന്നുമില്ല. താമസം അവിടെ തന്നെ അവർ തന്നെ അക്കോമഡേഷൻ തന്നു. എത്ര രൂപ പൈസ കിട്ടും, ശമ്പളം കിട്ടും? അന്ന് ശമ്പളം ഒന്നും കേട്ടുമില്ല, അവർ പറഞ്ഞുമില്ല. എന്നതിന് ശേഷം ഞാൻ 1 മാസം കൊണ്ട് ബിസിനസ് പഠിച്ചു. ഒന്നും തന്നില്ല? ഇല്ല. താമസം തന്നു? താമസമുണ്ട്, ഫുഡുണ്ട്, ബിസിനസ് ഞാൻ പഠിച്ചു. എന്നായിരുന്നു ആ സമയത്ത് തൊഴിൽ? നമ്മൾ വിൽക്കുക, എടുത്ത് കൊടുക്കുക, ഫ്രൂട്ട്സൊക്കെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരിക, നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, ഒരു കവറിലിട്ട് കൊടുക്കുക. തമിഴരല്ലേ, ബസ്സിൽ പിടിക്കാൻ വരുന്ന എല്ലാവരും മേടിക്കും. അതൊരു ടെക്നിക്കൊക്കെയാണ്. ഫ്രൂട്ട്സിനെയൊക്കെ ആപ്പിളൊക്കെ നല്ല ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് അതെല്ലാം ഞാൻ പഠിച്ചു 1 മാസം കൊണ്ട്. എന്നിട്ട് സ്വന്തമായിട്ട് അടുത്തൊരു സ്ഥലം എടുത്ത് ഞാൻ തുടങ്ങി. നോക്കിയപ്പം ഇവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല. അവരെക്കാളും കൂടുതൽ ബിസിനസ് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു വലിയൊരു അസോസിയേഷൻ ഉണ്ട്, എല്ലാം കണ്ണൂരുകാരാണ്. മലയാളികളാണ്? എല്ലാം മലയാളികളായിരുന്നു. അതെ, അവരെല്ലാം കണ്ണൂരുകാരാണ്. അവർ തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി. അവിടെ ഒരു മണി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദാതയുണ്ടായിരുന്നു, അവനാണ് അവിടുത്തെ. പക്ഷേ അവൻ്റെ കൂടി പറഞ്ഞു ഈ അടിച്ചു ഓട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട്, തമ്പിഞ്ഞു വാ, ഇതിന് ലൈസൻസ് ഒന്നും വേണ്ട? ഒന്നും വേണ്ട, തമ്പിഞ്ഞു വാ. എന്നിട്ട് ഞാൻ കേട്ടു. ഞാൻ അന്നെ സോപ്പ് ഇട്ടോ, നല്ല അണ്ണ, നല്ല ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ എന്നോട് വലിയ ഇഷ്ടമായി. അന്ന് ഞാൻ നല്ല ഹെൽത്ത് വൈസ് ഞാൻ ഫിറ്റാണ്. അപ്പോൾ അവരോട് കേട്ട്, നിങ്ങൾക്ക് എന്നാ പ്രോബ്ലം, നിങ്ങൾ ഊരുകാരുമായിട്ട് എന്നിട്ട്. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോഴാണ് അവർ പറഞ്ഞു, അവർ ഇങ്ങനെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെ ഉപദ്രവിക്കണം. സത്യം. അപ്പോൾ പിന്നെ തമിഴനാണോ ഈ അണ്ണ? മണി എന്ന് പറയുന്നത് അവിടുത്തെ തമിഴൻ. അവൻ ദാതയാണ്. അവൻ ജയിലിലൊക്കെ കിടന്നിട്ട് വന്നതാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവന് അവിടെ പിരിവൊക്കെ വരും, ഇവന്മാരൊക്കെ വരുമ്പോൾ തന്നെ എല്ലാവരും എണ്ണീറ്റ് നിൽക്കും. എന്നാ പറഞ്ഞു? അതൊന്നുമില്ല തമ്പി, നീ സൂക്ഷിക്കുക, വരുന്ന മാതിരിയെല്ലാം ഇവരെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല അവർ ആൾക്കാരെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ബോംബെയിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെയാണ് പിന്നെ ബോംബെക്ക് പോകണമെന്ന്. അപ്പോൾ അത് വേണമെന്ന് വെച്ചു കട? കടയൊക്കെ രാത്രി തന്നെ പാക്ക് ചെയ്തു. അവിടുന്ന് ബാഗ് എടുത്തിട്ട്. ബോംബെയിൽ ആരും പരിചയക്കാരുണ്ട്? ഒന്നുമില്ല. ചെറിയ പോയി ആദ്യമായി ബോംബെയിൽ താനയിലാണ് പോയി ഇറങ്ങി.